കേക്ക് വേണ്ടുന്ന സാധനമൊക്കെ മേടിച്ച് പലർക്ക് സാധനം പ്രത്യേകത ഉള്ളത്, അതുകൊണ്ടേ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയൊക്കെ പറയാം. എന്തുവാടാ ആടാ, ഇതൊക്കെ വലിയ വലിയ സുഹൃത്തുക്കളാ കേട്ടോ, യൂട്യൂബ് ലൈവ് ആട്ടോ. കേക്ക് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് സാധനം മേടിച്ചോളൂ കേട്ടോ, കുറച്ച് സാധനം മതിയെന്ന് പറഞ്ഞ്. കാരണം നമ്മളും എടുത്തോണ്ട് വന്നാൽ ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് നമ്മളൊന്നും എടുക്കാതെ വന്നത്. ഞാൻ നേരിട്ട് വന്ന് എടുത്തതാണ്. അതിന് കേട്ടോ ഇക്കയ്ക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇക്കയുടെ പ്രത്യേകതകൾ പറയാം. ഇക്ക സംസാരിക്കത്തുമില്ല, ചെവിയും കേൾക്കത്തില്ല. പിന്നെ ഉമ്മായും അപ്പയൊക്കെ മരിച്ച് ഇപ്പം ഒറ്റയ്ക്കാണ് താമസം. അപ്പം നമുക്ക് ഇക്കയെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. വീടൊക്കെ കിടക്കുന്നുണ്ടോ, വീടെല്ലാം പൊളിഞ്ഞു മാറി ഇതെല്ലാം കിടക്കുമെന്ന് വൃത്തിയാക്കണമെന്നുണ്ട്. ഇത് മൊത്തത്തിൽ പൊളിഞ്ഞു മാറി കിടക്കുക. ഇതൊക്കെ ഒന്ന് വീടിൻ്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കണം. ബാത്റൂമൊക്കെ വളരെ ശോചനീയാവസ്ഥയാണ് ഇവിടെ. ബാത്റൂമൊന്നും ഇല്ല, അയ്യത്താ പോകുന്നത്. ബാത്റൂമിൻ്റെ ഒരു ഇതുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. കിണറില്ല, പൈപ്പ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട് ഇക്കയ്ക്ക് വേണ്ടി കേട്ടോ. റൂമാണ്, റൂം അത് പൊത്താനെല്ലാം കൂടെ ഇട്ട് ഇതാക്കി കിടക്കും, മൊത്തം ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരാരും ഒന്നും ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. 33 വർഷം മുമ്പ് ഞാൻ താമസിച്ചിരുന്ന വീടാണത്. അന്ന് ഒരു ചെറിയ ഓടിട്ട വീടായിരുന്നു. ഇപ്പോൾ അത് വലിയ ടെറസായി. ഇപ്പോൾ ഇനി ഏതെങ്കിലും വീഡിയോയിൽ ആ പഴയ വീടിൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നതായിരിക്കും. 33 വർഷം മുമ്പ് ഞാനിവിടെ താമസിച്ച്, ഞാൻ ഒരു 10-16 വയസ്സ് വരെ ഇവിടെ താമസിച്ചിട്ട് പോയതാണ്. അന്ന് നമ്മുടെ ഇക്കയാണ് എന്നെ തോളയിൽ ഏറ്റിക്കൊണ്ടുവന്ന് ഈ ലോകം മൊത്തം കുത്തി കറങ്ങി നടന്നത്. ഇക്കയുടെ കൈയും പിടിച്ചാണ് രാവിലെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. കൊച്ചി പരുവത്തിലെ കൊണ്ടുപോയി ലോകം മൊത്തം കറങ്ങുന്നതാണ്. പിന്നെ ഇവിടെ വേറൊരു വീട് കാണിച്ചു തരാം. എൻ്റെ കുടുംബം പോലെ വേറൊരു കുടുംബമുണ്ട് നമ്മുടെ. വടു വീട് ഇത് അല്ലേ ഇവിടെ? ഇതിപ്പോൾ വിറ്റ്. ഇത് നമ്മുടെ സിനിമയുടെ നിയാസിൻ്റെ കുടുംബ വീടായിരുന്നു. അവിടെ വിറ്റിട്ട് പോയി. ഇപ്പം ആരുമില്ല. ഈ ഏരിയ മൊത്തം അവരുടെ ആയിരുന്നു. നിയാസിനെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ക്ഷണക്കത്തിനകത്തൂടെ വന്ന നിയാസിൻ്റെ കുടുംബ വീടായിരുന്നു. ഈ കാണുന്ന പറമ്പെല്ലാം അവരുടെ ആയിരുന്നു. ഇവിടെ അങ്ങ് ഒരു വീടില്ലായിരുന്നു, ഞങ്ങളുടെ ഒരു 3 വീട് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി ഇഷ്ടം പോലെ വീടായി. ഇപ്പം സ്ഥലം പോലും തിരിച്ചറിയാത്ത രീതിയിൽ വീടായി. നിയാസിൻ്റെ കുടുംബ വീടൊക്കെ വിറ്റിട്ട് ഇവർ ഇവിടുന്ന് പോയി. ഇപ്പം നിയാസിൻ്റെ അനിയൻ അനസ് എൻ്റെ കൂടെ പഠിച്ചതാണ്. അനസ് മുസ്ലിയാർ. അപ്പോൾ ഇതൊക്കെ പോയാൽ തോടായിരുന്നു കേട്ടോ. ശരി, അപ്പോൾ വീണ്ടും കാണാം. ഇനി വീടിൻ്റെ അവസ്ഥ ഉണ്ട്. വീട് വളരെ മോശമാണ്. ഇവിടെ പഞ്ചായത്ത് ഉണ്ടെങ്കിലും ആരും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. എല്ലാവരും ഉണ്ട്, എന്നിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അപ്പോൾ ഇത് ആണ് എന്നെ കൊച്ചിയിലെ തോളയിലേറ്റി ഇവിടെ എല്ലാം കൊണ്ടു കിടന്ന ആളാണ്. ഈ കൈ പിടിച്ചാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. അപ്പോൾ പുള്ളിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ വീടിൻ്റെ അവസ്ഥയും ഇവിടെ ഒരു ബാത്റൂമില്ല, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു കേട്ടോ. കിണറിൻ്റെ അവസ്ഥ ഉണ്ടോ? കിണർ ഒരു കിണറുണ്ടായിരുന്നു. കിണറിൻ്റെ അവസ്ഥ ഇതാ കണ്ടോ, കുടിക്കാൻ ഈ അവസ്ഥയാണ്. കിണർ ഇടിഞ്ഞ് താന്നു പോയി. നമുക്ക് ഇക്കയെ വന്ന് ഹെൽപ്പ് ചെയ്യണം. ഇക്കയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അപ്പായും ഉമ്മായും മരിച്ച്, പിന്നെ ചേട്ടനുണ്ടായിരുന്നു അഹമ്മദിക്ക, പുള്ളി മരിച്ച്, എല്ലാവരും മരിച്ച്. ഒറ്റയ്ക്കാണ്. പുള്ളി സംസാരിക്കത്തുമില്ല, ചെവിയും കേൾക്കത്തില്ല. അപ്പം പുള്ളിയുടെ അവസ്ഥ ഇതാണ്. കുട്ടിക്കാലത്ത് എന്നെ എടുത്തുകൊണ്ട് നടന്ന മനുഷ്യനാണ് കേട്ടോ. ഇവിടെ പിടിച്ചോ, നിന്നു വേണ്ട. കുട്ടിക്കാലത്ത് ഇതേപോലെ കയ്യെ പിടിച്ചോ. കുട്ടിക്കാലത്ത് ഇതേപോലെ കയ്യെ പിടിച്ചുകൊണ്ടാണ് എന്നെയും കൊണ്ട് നടന്നത്. ഇന്നിപ്പോൾ എൻ്റെ മോൻ സിദ്ധാർത്ഥനെ ചേർത്ത് പിടിച്ചേക്കുവാണ്. എന്താ, സിദ്ധാർത്ഥനെ ചേർത്ത് പിടിച്ചേക്കുവാണ്. ഇതേ പ്രായത്തിൽ, ഇതിൽ ചെറിയ പ്രായത്തിലായിട്ട് എന്നെ ഈ ലോകം മൊത്തം കൊണ്ടു നടന്നത്. ഈ തോളയിലെടുത്ത് വെച്ച് ലോകം മൊത്തം കൊണ്ട് നടക്കുമായിരുന്നു. അതാണ് എനിക്ക് ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധം. എന്നെ നടക്കാൻ പഠിപ്പിച്ചതും ഈ ലോകം മൊത്തം കൊണ്ടു നടന്നതും എല്ലാം പുള്ളിയാണ്. അപ്പോൾ എനിക്കും മുടങ്ങാക്കായ്ക്കും വേണ്ടി എല്ലാവരും എല്ലാ ഹെൽപ്പും ചെയ്യണം. ഓക്കെ, ബൈ.